നാനാഭാഗത്തു നിന്നും കാലുവാരാൻ ആളെത്തുമെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് രാജീവ് ഈ പണി ഏറ്റെടുത്തത്. രാജീവിന് ഭരണപരിചയമുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രവർത്തന പരിചയം ഇല്ല എന്നത് ഒരു ദോഷമായി മാറും എന്ന് ആരോപിക്കുന്നവരോട് രാജീവ് പറയുന്നത് താൻ എന്തെല്ലാം പണി ചെയ്തിട്ടുണ്ടോ അതൊന്നും തനിക്ക് പരിചയമില്ലാത്തതാണ്, പരിചയമില്ലാത്തത് ഭംഗിയായി ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് തന്റെ നേട്ടമെന്നാണ്. രാജീവ് അതനുസരിച്ച് തന്റെ ടീമിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. കോർ കമ്മിറ്റിയുടെ യോഗം ആദ്യം തന്നെ നടത്തിയിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം കൃത്യമായി എല്ലാ ദിവസവും തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് രാജീവ് പോകുന്നുണ്ട്. അവിടെ എത്തുന്ന നേതാക്കളെ മാത്രമല്ല പ്രവർത്തകരെയും കാണുന്നു. അവിടെ ഇരുന്നുകൊണ്ട് രാജീവ് ബിജെപിയുടെ വരാൻ പോകുന്ന പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. 30ഓളം ജില്ലാ പ്രസിഡന്റുമാരാണ് ഇപ്പോൾ ബിജെപിക്കുള്ളത്. അവരെ എല്ലാവരെയും വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്തു. ഓരോരുത്തരെയായി വിളിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ പരമ്പരാഗത നേതാക്കളെ ഓരോരുത്തരെയായി വിളിച്ച് അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് ഗ്രൂപ്പിലും പെടാത്ത ശക്തരായ മറ്റു നേതാക്കളുമുണ്ട്. കൃഷ്ണദാസ് പക്ഷവും മുരളീധര പക്ഷവും. ഈ രണ്ടു പക്ഷത്തെയും നേതാക്കളുമായി പലവട്ടം ചർച്ച നടത്തി. ഈ രണ്ടു പക്ഷത്തും പെടാത്ത ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരോടും ചർച്ച നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ കേട്ട് സ്വീകരിക്കാവുന്നത് സ്വീകരിച്ച് തന്റേതായ രീതിയിൽ ഭരണപരിഷ്കാരവുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനം. ജില്ലാ പ്രസിഡന്റുമാരെ നേരത്തെ തെരഞ്ഞെടുത്തതുകൊണ്ട് അവരൊക്കെ തന്നെ പല ഗ്രൂപ്പുകളുടെയും പ്രതിനിധികളായതുകൊണ്ട് എല്ലാം കുഴപ്പത്തിലാവും എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. എന്നാൽ അവരെല്ലാവരും തന്റെ ലൈനിലേക്ക് വരും, അല്ലെങ്കിൽ വരുത്തും എന്ന ദൃഢനിശ്ചയത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പോക്ക്.